എൻ്റെ കഥ ഒരു നുണക്കഥ എന്ന ചാനലിലേക്ക് സ്വാഗതം. മമ്മൂക്ക, വയനാട്, കെ റഫീഖ്, പിന്നെ ടി സിദ്ദിഖ് MLA, അങ്ങനെ ചില ചൂടൻ ചർച്ചകൾ കത്തി നിൽക്കുകയാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ മറ്റു ചിലതുണ്ട് കേട്ടോ. ശരികളും തെറ്റുകളും ന്യായീകരണങ്ങളും തമ്മിലുള്ള കഠിന യുദ്ധം അത് നടക്കട്ടെ. സത്യത്തിൽ നടന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും രമേഷ് പിഷാരടിക്ക് ചെറിയ സപ്പോർട്ടുമായി എത്തിയതാണോ മമ്മൂക്ക? അതുകൊണ്ടാണോ റഫീഖിനൊരു ഹേർട്ട് കൊടുക്കേണ്ടി വന്നത്? അതോ മമ്മൂക്ക തങ്ങളോടൊപ്പമെന്ന് ബോധ്യപ്പെടുത്താൻ റഫീഖ് ഒരു ശ്രമം നടത്തിയോ? ഇനി ഇതിൻ്റെയൊക്കെ പിന്നിൽ ടി സിദ്ദിഖ് MLAയുടെ വേദന നിറഞ്ഞ ഒരു മുഖവും എൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അന്തർധാരകളൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ചുകൂടി മനോഹരമായ മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റായി ഇടാനും. സുന്ദരന്മാരും സുന്ദരിമാരുമായിരിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അതിനേക്കാൾ പ്രധാനമാണ് ആരോഗ്യമുള്ളവരായിരിക്കുക എന്നതല്ലേ. ഈ അടുത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട എസ്പെഷ്യലി കോവിഡ് കാലത്ത് ആമസോൺ വഴി ഏറ്റവും അധികം വിറ്റഴിഞ്ഞൊരു പുസ്തകമാണ് ഇക്കിഗായ്. അതിൽ പ്രധാനമായും ജാപ്പനീസ് ആളുകളുടെ ആയുസ്സിൻ്റെ രഹസ്യമെന്തെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു 6-7 ശീലങ്ങൾ ജാപ്പനീസ് ആളുകളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അതൊക്കെ എന്താണെന്നൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമതായി ഈറ്റ് ലെസ് ആൻഡ് ബി സാറ്റിസ്ഫൈഡ്. ഭക്ഷണം കുറച്ച് കഴിക്കുക. അത് പറയുമ്പോൾ വിഷമിക്കേണ്ട. ഒരു 80% വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യുക. ഇനി എങ്ങനെ അറിയാം നമ്മൾ 80% കഴിച്ചു കഴിഞ്ഞെന്ന്? അത് സിമ്പിളാണ്. ചിലപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നാറില്ലേ, ഒരല്പം കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു, ഭക്ഷണം വേണം, അങ്ങനെയൊക്കെ. അതായത് അപ്പോൾ നിങ്ങൾ ഒരു 80% സ്റ്റൊമക്ക് ഫുള്ളായി എന്നാണ് അർത്ഥം. അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഈ ഹാബിറ്റ് ഒരു അവിശ്വസനീയമായ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് ആയിരിക്കും നമ്മളിൽ ഉണ്ടാക്കുക. നമ്മൾ മലയാളികളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണല്ലോ മമ്മൂക്കയുടെ സൗന്ദര്യം. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്താണപ്പോൾ ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അദ്ദേഹം വളരെ നിഷ്ഠയോടെ ഭക്ഷണക്രമം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അമിത ഭക്ഷണത്തോടും അനാവശ്യ ഭക്ഷണത്തോടും നോ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം, അതാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ രഹസ്യം എന്നത് പരസ്യമായ രഹസ്യമാണ്. രണ്ടാമതായി, ഹാവ് സ്മോൾ എക്സസൈസസ്. എക്സസൈസസ് എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ജാപ്പനീസ് ആളുകൾ ഫോളോ ചെയ്യുന്ന വെറും 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ജോയിൻറ്റ്സ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. റേഡിയോ ടൈസോ എന്നാണ് അതിൻ്റെ പേര്. സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എക്സർസൈസസിൻ്റെ പ്രാധാന്യം അറിയാത്തവരാണ് നമ്മളെങ്കിൽ സാക്ഷരതയില്ലാത്ത ഒരു സമൂഹത്തോളം നമ്മൾ താഴ്ന്നു പോയിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി മൂന്നാമതായി, ഹാവ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് സോൾമേറ്റ്സ്. എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു 3-4 പേരുടെ സർക്കിൾ ഉണ്ടാവുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തുറന്നു പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് അവരോടും അവർക്ക് നമ്മളോടും അതുപോലെ പറയാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ അവർ നമ്മളോട് തിരിച്ചു പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നമ്മളെങ്കിൽ അത്തരം സോൾമേറ്റ്സിനെ സൃഷ്ടിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ഒരാൾ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് എന്തോ തകരാറുണ്ടെന്ന് തിരിച്ചറിയുക. എത്രയും വേഗം തിരുത്തലുകൾ നടത്തുക. ഇനി നാലാമതായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാവ് ഗുഡ് സ്ലീപ്പ്. അത് നമ്മൾ മാത്രം എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക, ബിഫോർ സൺറൈസ്. ഇതൊരു പുതിയ അറിവേ അല്ലല്ലോ. ഇനി അഞ്ചാമതായി, റെഡ്യൂസ് സ്ട്രെസ്. ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ പ്രായത്തെ കൊന്നുകളയുന്ന കോർട്ടിസോൾ, അഡ്രിനാലിനൊക്കെ ഹൈ ആകുന്നുവെന്ന് നമുക്കറിയാമല്ലോ. സ്ട്രെസ് കുറയ്ക്കണമെന്ന് എല്ലാവർക്കും അറിയാം, ബട്ട് എങ്ങനെയെന്നതാണ് പ്രശ്നം. ഒരു കൊച്ചു ടിപ്പ് മാത്രം പറയട്ടെ. മാറ്റാൻ പറ്റാത്തതിനെ, അത് സാഹചര്യങ്ങളാകാം, വ്യക്തികളാകാം, ആക്സെപ്റ്റ് ചെയ്യുക. ഇനി മാറ്റേണ്ടതിനെ മാറ്റാൻ ശ്രമിക്കുക. ഇനി ആറാമതായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി ഗ്രേറ്റ്ഫുൾ ടു വാട്ട് എവർ യു ഹാവ്. നിങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അതിനെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കുക. രാത്രി കിടക്കുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളെയൊക്കെ ശീലിപ്പിക്കാവുന്ന ഒരു ഹാബിറ്റാണ് ഇനി പറയുന്നത്.
അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി വരെ സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തെടുത്ത് പറയാൻ ശീലിപ്പിക്കുക. വലിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. രാവിലെ വന്ന് വിളിക്കാൻ അമ്മ വന്നു, രാത്രി പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊന്നും ഞാനിന്ന് കണ്ടില്ല, അങ്ങനെയൊക്കെ. വാട്സപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളോടും പറഞ്ഞ് ഞാനിതിവിടെ ചുരുക്കട്ടെ. നിങ്ങളുടെ ചോരുന്ന വീടില്ലാത്തവൻ്റെ സ്വപ്നമാണ്. നിങ്ങൾക്കുള്ള ഈ ചെറിയ ജോലിക്കായി പല പടിവാതിലുകളും കയറിയിറങ്ങി നടക്കുന്നവൻ്റെ സ്വപ്നമാണ്. നിങ്ങളുടെ ആരോഗ്യമില്ലാത്തവൻ്റെ സ്വപ്നമാണ്. എപ്പോഴും നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന നിങ്ങളുടെ മക്കളില്ലാത്തവൻ്റെ സ്വപ്നമാണ്. എപ്പോഴും നിങ്ങളെ വഴക്ക് പറയുന്ന നിങ്ങളുടെ പാരൻസ്, അപ്പനോ അമ്മയോ ഇല്ലാത്തവൻ്റെ സ്വപ്നമാണ്. ഇനി നല്ല ചൂടത്ത് പുറത്തിറങ്ങുമ്പോൾ തിരിച്ചു കയറി വന്നിട്ട് നമ്മൾ പറയും, എന്തൊരു ചൂട്. ഈ ചൂടൊന്ന് ശരീരത്തിൽ തട്ടാൻ കൊതിച്ച് കാത്ത് വീടിൻ്റെ ഏതെങ്കിലും മുറികൾക്കുള്ളിൽ രോഗികളായി കിടക്കുന്നവൻ്റെ അടങ്ങാത്ത സ്വപ്നമാണ് ആ വെയിലൊന്നും ഏത്ത് തട്ടുക എന്നുള്ളത് പോലും. So be happy always. Have a nice day.